പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെപ്പോഴും. നാഥനും സുപുത്രനും തൻ പാവനാത്മനും മുതാ സ്തോത്രമേകിടുന്നു നിത്യകാലവും നമോസ്തുതി. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് ഈ സഹായം. മൂന്നാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് തന്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദൈവകുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ ബെത്ലഹേം നഗരയിൽ പാതിരാക്കി പ്രസവിച്ച് ഒരു തൊഴുത്തോട്ടിൽ കിടത്തിയെന്ന് ധ്യാനിക്കുക. ഈ ദിവ്യരഹസ്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ജപമാല കൈകളിലേന്തി ജപമാല മണികളിലൂടെ നാം പ്രാർത്ഥനകളിലൂടെ ഉരുവിടുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന വഴികളിലെ ഓരോ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നിന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. മേരിയിൽ നാമം വാഴ്ത്തിപ്പാടുന്നു.
പരിശുദ്ധ അമ്മജനം ഇന്ന് ചെന്ന ഇടങ്ങളെല്ലാം ദൈവ സാന്നിധ്യത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെയും ഇടങ്ങളായിരുന്നു. അതുപോലെ നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ഇടവകയും പരിശുദ്ധ അമ്മ നിറഞ്ഞു നിന്ന് ആ അമ്മയുടെ സാന്നിധ്യമുള്ള സ്ഥലം മുഴുവനും ദൈവാനുഗ്രഹം നിറഞ്ഞതും യേശുവിൻ്റെ സാന്നിധ്യം നമ്മളൊന്നായി തീരട്ടെ. അമ്മയുടെ അനുഗ്രഹത്തിലൂടെ മകനിൽ നിന്ന്